ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നാരദരാഘവ സംവാദം തുടരുന്നു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതീ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജസംഭവനാദിതൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചരാ ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയം യുക്തിയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതീനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളോ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസാസംഭവാനായതും നീതവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി ശീതകിരണൻ നിരോഹിണി ജാനകി. ആദിതേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹ മഹീസുതാം. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംബൽക്കരീ സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി.
രാജപ്രവര കുമാര രഘുപതി രാജീവലോചന രാമദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത്യവേദ്യ തൽസർവവും ഏവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതി മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്വത്വം എന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയാജാല സംയുക്തമായൊന്നല്ലോ ജന്മാമൃതി സുഖാദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതിക്കയൊന്നോർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തോൽപാദപങ്കജഭക്തി മുഴുക്കുമ്പോൾ തോൽബോധവും മനക്കാമ്പിയിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞനാകുമെന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നെ ഗതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമ ശിവായ. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണ ക്ലാസ് തുടരുകയാണ്. അയോധ്യാകാന്ഡത്തിലെ നാരദ രാഘവ സംവാദം തുടരുകയാണ്. ഭഗവാൻ ശ്രീഹരി രാമനായി മന്നിടത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് നാരദ മഹർഷി ഭൂമിയിൽ അയോധ്യയിൽ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. നാരദരെ കണ്ടപ്പോൾ വളരെ
വിനയത്തോടുകൂടി ഭഗവാൻ അങ്ങയുടെ പാദങ്ങൾ ഞാൻ വന്ദിക്കുന്നുവെന്നും അങ്ങയുടെ പാദകമലങ്ങൾ കണ്ടുകിട്ടുക എന്നുള്ളത് ദുർലഭമാണെന്നും അത് എന്നെപ്പോലെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപ്രദമാണെന്നും പുണ്യപ്രദമാണെന്നുമൊക്കെ ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഞാൻ അർഘ്യപാദ്യാദി പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ഇനി എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്, അത് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാത്രമല്ല, ഞാൻ അറിവില്ലാത്തവനാണെന്നും അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ സംശയമില്ലാതെ തന്നെ അങ്ങയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു തരാമെന്നും വളരെ വിനയത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ നാരദരോട് പറയുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് നാരദ മഹർഷി ഇപ്രകാരം പറയുകയാണ്. നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. അവിടെ വരെയായിരുന്നു നമ്മൾ എടുത്തു നിർത്തിയത്. നോക്കൂ. എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. അപ്പോൾ നാരദ മഹർഷി ഭഗവാനെ നോക്കിക്കൊണ്ടിങ്ങനെ പറയുകയാണ്. എന്നെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ പറയുന്നത് പോലെ എന്തിനാണ് അങ്ങ് ഇപ്രകാരം ഭംഗിവാക്ക് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതി, ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? മനോഹരങ്ങളായ ഇപ്രകാരം വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്നെ കൂടുതൽ മോഹിപ്പിക്കരുതെന്നും ചിലപ്പോഴൊക്കെ മഹാപുരുഷന്മാർക്ക് പോലും ലൗകികമായ മര്യാദ അനുസരിച്ച് ഭംഗിവാക്കുകൾ പറയേണ്ടി വരും, മുഗ്ധങ്ങളായ വാക്യങ്ങൾ പറയേണ്ടി വരും, മനോഹരമായ വാക്യങ്ങൾ പറയേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചൊന്നത് സത്യമത്തേ ദൃഢം. വീണ്ടും നാരദ മഹർഷി പറയുന്നു, അല്ലയോ ലോകനാഥ, യോഗേശ്വരനായ ഭഗവാൻ അവിടുന്ന് സംസാരിയാണെന്ന് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്, ദൃഢമായ കാര്യമാണെന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്. സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നത് നിർണയം. അപ്പോൾ സർവജഗത്തിനും കാരണഭൂതനായി സർവലോകങ്ങൾക്കും സൃഷ്ടികർത്താവും പിതാവുമായ അങ്ങയുടെ ദിവ്യമായ ഈ ഒരു സർവമാതാവായ മായാ ഭഗവതി അങ്ങയുടെ ദിവ്യയായ ഭാര്യയാണ്. ഈ സർവ ജഗൽപിതാവായ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നത് നിർണയം. ഈ മായാ ഭഗവതിയാണ് അങ്ങയുടെ ഭാര്യയായിട്ടുള്ളത്. ആ സമസ്ത ലോകങ്ങളുടെയും അമ്മയായ ആ മായാഭഗവതി തന്നെയാണ്. ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. തുടർന്ന് പറയാണ്, ഈ 14 ലോകവും ഈരേഴ് 14 ലോകവും ഭഗവാനെ അങ്ങയുടെ ഗൃഹം തന്നെയാണ്. അതിനാൽ അങ്ങ് ഗൃഹസ്ഥൻ തന്നെയാണ്. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് മായയിൽ നിന്നും സകല ജീവജാലങ്ങളും ജനിക്കുന്നത്. തുടർന്ന് നാരദ മഹർഷി പറയുന്നു, അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾക്കൊക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞത് സംസാരി എന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ സംസാരിയാണെന്ന്. അപ്പൊ നാരദ മഹർഷി പറയുന്നു, ശരിയാണ് അവിടുന്ന് പറഞ്ഞത്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള ചരാചര ജീവികളെല്ലാം നിന്റെ സന്താനങ്ങളാകയാൽ ഭഗവാനെ അവിടുന്ന് സംസാരി എന്ന് പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. കാരണം ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ഈ കാണാവുന്ന ഈ ലോകത്തിലെ എല്ലാ ജന്തുക്കളുടെയും പിതാവ് നീ തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമഗുണത്രയയുക്ത
യുക്തിയായി ഈടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. അപ്പൊ ശുക്ല രക്ത അസിത വർണ്ണഭേദം, അതായത് ചുവപ്പ് കറുപ്പ് എന്നീ നിറങ്ങളോട് ഒപ്പം ചേർന്നിട്ട് 3 ഗുണങ്ങളും വരുന്നുണ്ട് അവിടെ. സത്വരജസ്, സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളോടുകൂടിയ വിഷ്ണുമായ ശക്തി തന്നെയാണ് അവിടുത്തെ ഭാര്യ. പല ഭാഗത്തായിട്ട് രാമായണത്തിൽ പറഞ്ഞു വരുന്നതാണ് മായാദേവിയാണ് ഭഗവാന്റെ വാമഭാഗമെന്ന്. മായാദേവിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, വിഷ്ണുമായ ശക്തിയാണ് അങ്ങയുടെ ഭാര്യയെന്ന് നാരദ മഹർഷി പറയുകയാണ്. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ, സത്യം ത്വയോക്തം അതിനില്ല സംശയം. ആ ഭഗവതി തന്നെയാണ് ജീവികളെ ജനിപ്പിക്കുന്നത്. അവിടുന്ന് എന്താണ് പറഞ്ഞത്? സംസാരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സംസാരിയാണെന്ന് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. സത്യം ത്വയോക്തം അതിനില്ല സംശയം. അങ്ങ് പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല, സത്യം തന്നെയാണ് എന്നുള്ളതാണ് നാരദ മഹർഷി പറയുന്നത്. തുടർന്ന് പുത്ര മിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ, ലോകത്രയം മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. പറയാണ്, എന്താണ് പറയുന്നത്? പുത്ര മിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ഭഗവാൻ അങ്ങ് മക്കള്, ബന്ധുക്കള്, സമ്പത്ത്, ഭാര്യ എന്നിവയിലൊക്കെ തൽപരനായ ഗൃഹസ്ഥൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. കാരണം എന്താണ്? ഈ 3 ലോകം, ലോകത്രയം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളാകുന്ന ഈ ഒരു വലിയ ഗൃഹത്തിന്റെ ഒരേയൊരു ഗൃഹനാഥൻ തന്നെയാണ് അങ്ങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഗൃഹസ്ഥൻ തന്നെയാണ്. കൂടാതെ നാരായണൻ നീ രമാദേവി ജാനകി. തുടർന്ന് രാമന്റെയും സീതയുടെയും ആ തത്വം എന്താണെന്നുള്ളത് നാരദ മഹർഷി ഇവിടെ വ്യക്തമാക്കുകയാണ്. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരി നീയു ഉമാദേവി ജാനകി, സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ഇപ്പൊ മഹർഷി പറയാണ്, അങ്ങ് വിഷ്ണു ആണ്, ഇപ്പോൾ സീത ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി സീത തന്നെയാണ്. ഇനി അവിടുന്ന് മാരാരിയാണ്. മാരൻ കാമദേവന്റെ അരി ശത്രു ശിവനാണ്. ശിവഭഗവാൻ അങ്ങാണെങ്കിൽ ജാനകി ഉമാദേവിയാണ്. അതുപോലെ തന്നെ സാരസ സംഭവനായതും നീതവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. സാരസ സംഭവൻ ബ്രഹ്മാവ് അവിടുന്ന് തന്നെയാണ്. സരസ്വതി ദേവിയാകുന്നതോ ജാനകി ദേവി സീതാദേവി തന്നെയാണ്. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. അങ്ങ് ആദിത്യനാകുമ്പോൾ ജാനകി പ്രഭയാകുന്നു. ഇവിടെ എല്ലാ ദേവന്മാരുടെയും വാമഭാഗത്തെ പത്നി സ്ഥാനത്തെ കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ആദിത്യനാകുമ്പോൾ ജാനകി ആദിത്യന്റെ പ്രഭയാകുന്നു. ശീതകിരണൻ നീ രോഹിണി ജാനകി. ശീതകിരണൻ ചന്ദ്രനാണ്. ചന്ദ്രദേവൻ ഭഗവാനെ അവിടുന്നാണ്. അപ്പോൾ ജാനകീദേവി രോഹിണിയാകുന്നു. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ഇന്ദ്രൻ ഭഗവാനെ അവിടുന്നാകുമ്പോൾ ജാനകി ശചീദേവി ആകുന്നു. ഇന്ദ്രന്റെ പത്നിയായ ശചിയാകുന്നു. ജാതവേദസ് നീ സ്വാഹ മഹീസുത. അങ്ങ് അഗ്നിദേവനാകുമ്പോൾ അഗ്നിദേവൻ തന്നെയാണ്. അപ്പോൾ സീതാദേവി മഹീസുത, ഭൂമിയുടെ സുത സീതാദേവി ആരാകുന്നു? അഗ്നിയുടെ ഭാര്യയായ സ്വാഹയാകുന്നു. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. അർക്കജൻ യമദേവൻ അങ്ങാകുമ്പോൾ ദണ്ഡനീതി ജാനകിയാകുന്നു. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. നീ നിർവൃതിയാകുമ്പോൾ ജാനകിയാണെങ്കിൽ താമസി, നിർവൃതിയുടെ വാമഭാഗമാകുന്നു താമസി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ഭവാൻ വിഷ്ണു ആകുമ്പോൾ ജാനകീദേവി ഭാർഗവിയാകുന്നു, ലക്ഷ്മീദേവിയാകുന്നു. ശക്രദൂതൻ നീ സദാഗതി ജാനകി.
രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ കുബേരൻ ഭഗവാനാകുമ്പോൾ സീതാദേവി കുബേരപത്നിയാകുന്നു, സമ്പൽക്കരിയാകുന്നു. രാജരാജൻ നീ വസുന്ധരാ ജാനകി. ഭഗവാനെ അവിടുന്ന് ചക്രവർത്തിയാകുമ്പോൾ ജാനകി വസുന്ധര ആ ഭൂമിയായി മാറുന്നു. രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധേ. രാജപ്രവരനായ അലയോ കുമാര, രഘുപതേ രാജീവലോചന, സുന്ദരനായന രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. ഭവാൻ രുദ്രൻ തന്നെയാണ്, ശിവനാണ്. അപ്പോൾ ജാനകി രുദ്രാണിയാണ്, പാർവതി ദേവിയാണ്. സ്വർണദ്രുമൻ നീലതാരൂപിണി ജാനകി. അവിടുന്ന് കൽപ്പവൃക്ഷമാകുമ്പോൾ സ്വർദ്രുമം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ദ്രുമം വൃക്ഷം, കൽപ്പവൃക്ഷം നീയാകുമ്പോൾ ലതാരൂപിണി ജാനകിയാകുന്നു. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. നാരദ മഹർഷി പറയുന്നു, അല്ലയോ ഭഗവാനെ, ഞാൻ വിസ്തരിച്ച് എന്തിനാണ് പറയുന്നത്? എല്ലാം അങ്ങ് തന്നെയാണ്, എല്ലാം ഭഗവതി തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ മറ്റെന്താണുള്ളത്? എല്ലാം അവിടുന്ന് തന്നെയാണ്. അങ്ങയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവിടെ കാണുന്നത് എന്ന് നാരദ മഹർഷി പറയുകയാണ്. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവും ഏവ നീ. ഇപ്പോൾ ഭഗവാനെ വിസ്തരിച്ചൊന്നും പറയാനില്ല. എന്തെല്ലാം പുല്ലിംഗവാചകമായിട്ടുണ്ടോ അതെല്ലാം ഉപനിഷത്തുകളിൽ അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്. അപ്പോൾ മനോഹരമായ സ്ത്രീലിംഗ ശബ്ദം എല്ലാം തന്നെ ആരാണ്? സീതാദേവിയുമാണ്. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെ അല്ലാതെ മറ്റൊന്നും ഇവിടെ കാണില്ല. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും. എല്ലാ സ്ത്രീലിംഗ ശബ്ദവും, മനോഹരമായ എല്ലാ സ്ത്രീലിംഗ ശബ്ദവും ആരാണ്? സീത തന്നെയാണ്. നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല, കേൾപ്പാനുമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും അല്ലാതെ ഇവിടെ കാണാനും കേൾക്കാനും യാതൊന്നും ഈ ലോകത്തിലില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട്, ഭഗവതിയിൽ നിന്ന് അന്യമായിട്ട്, അതായത് രാമനിൽ നിന്നും സീതയിൽ നിന്നും അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനിൽ നിന്നും ലക്ഷ്മി ദേവിയിൽ നിന്നും അന്യമായിട്ട് ഈ ഭൂലോകത്ത് ഒന്നും തന്നെയില്ല. ഏത് പുല്ലിംഗവാചകമുണ്ടോ അതൊക്കെ ഭഗവാൻ ശ്രീഹരിയാണ്. ഏത് സ്ത്രീലിംഗവാചകമുണ്ടോ അതൊക്കെ തന്നെ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ഭഗവാനും ഭഗവതിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അണ്ടകടാഹം, പ്രപഞ്ചത്തിൽ മുഴുവനും ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ, ആ ഭഗവതിയുടെ ആ ചൈതന്യത്തെക്കുറിച്ചാണ് നാരദ മഹർഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നോക്കൂ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് എല്ലായിടത്തും അല്ലയോ ലോകനാഥ, അങ്ങ് തന്നെയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്, അവിടുന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങയെ അന്വേഷിച്ചറിഞ്ഞ് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നിന്നെ തിരഞ്ഞ് അറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത്? മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, മായയാൽ മറഞ്ഞിരിക്കുന്ന നിന്റെ ഈ രൂപം എന്താണ്? അവ്യാകൃതമാണ്. അവ്യാകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. എന്നുവെച്ചാൽ ഈ പരമാത്മാവ് മായ കൊണ്ട് മറഞ്ഞിരിക്കുന്നതിനാൽ മറ്റൊരു രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റും. സാധാരണക്കാരായി നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ പരമാത്മാവിൻ്റെ ആ സ്വരൂപം, ആ വിരാട് രൂപം നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ തത്വത്തിനാണ് എന്ത് പറയുന്നത്? അവ്യാകൃത തത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. അപ്പോൾ അങ്ങനെ മായ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ആ അവ്യക്തമായ അല്ലെങ്കിൽ അവ്യാകൃതമായ ആ രൂപത്തിൽ നിന്നാണ് ആ മഹത്തത്വവും സൂത്രവും ഒക്കെ ഉണ്ടായത്. ഭഗവാനെ അവിടത്തിൽ നിന്ന് തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വവും എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. എല്ലാ കാര്യങ്ങളും
ഭഗവാനെ അവിടുത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണ്, സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയാജാല സംയുക്തമായൊന്നല്ലോ. ഇത് പറയുന്നത്, അതായത് അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇവ ചേർന്നതാണ്. പിന്നെ അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ഭാവം അങ്ങനെയാണ്. അഹങ്കാരം, ബുദ്ധി, 5 പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ തത്വം, മനുഷ്യൻ്റെ തത്വം ഉണ്ടായിരിക്കുന്നത്. ആ തത്വമെല്ലാം ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഇന്ദ്രിയ ജാല സംയുക്തമെന്നല്ലയോ. അതുപോലെ തന്നെ ജന്മ മൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും. അതുപോലെ തന്നെ ഈ ജനനവും മരണവും സുഖവും ദുഃഖവും എല്ലാം തന്നെ അറിവുള്ളവർ പറയുന്നത് ഒറ്റ വാക്കിലാണ്, ജീവൻ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ സാധാരണ നമുക്ക് ശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മൾ ശിവാവസ്ഥയിൽ, ശ്വാസമില്ലെങ്കിൽ ശവാവസ്ഥയിലാണ്. അപ്പോൾ ഈ ജീവനുള്ള അവസ്ഥയിൽ പറയുന്നതാണ്, ആ ജീവനുള്ള അവസ്ഥയിൽ നമുക്ക് ജനനം ഉണ്ടാകും, മരണം ഉണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഇതിനൊക്കെ തന്നെയാണ് അറിവുള്ളവർ എന്ത് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും അതുതന്നെയാണ്. ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലരെന്താണ് പറയുന്നത്, ചിലർ പറയും അതിനെ നിർവചിക്കാൻ പറ്റാത്തതും അനാദിയുമായ അവിദ്യയെ ചിലരെന്ത് പറയുന്നു, കാരണോപാധി എന്ന് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അത് നിർവചിക്കാൻ പറ്റില്ല, അത് അനാദിയാണ്. ആയ ആ അവിദ്യയെ, വിദ്യയെന്നും അവിദ്യയെന്നും രണ്ടാണുള്ളത്. അപ്പോൾ ആ അവിദ്യ എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്തതും അനാദിയുമായ ആ കാര്യത്തിന് ഇത് ഭഗവാൻ തന്നെയാണ്. അതിനാണ് പലര് എന്ത് പറയുന്നത്, ചിലർ പറയുന്നത് കാരണോപാധി എന്ന് പറയുന്നു. സ്ഥൂലം അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, സ്ഥൂലം, ഇത് കുറച്ച് തത്വചിന്താത്മകമാണ്. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലയാം ചിത്തത്തിനുള്ളൊരു ഉപാധിത്രയം. 3 ചിത്തത്തിന്റെ ഉപാധി എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഈ സ്ഥൂല ശരീരത്തിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഈ 3 ഉപാധികളുണ്ട്. ഏതാണ്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇത് ചിത്തത്തിന്റെ, മനസ്സിന്റെ 3 ഉപാധികളാണ്. ഈ 3 ഉപാധികളോട് കൂടിയതാണ് എന്ത്, ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇതിന്റെ മൂലം ചിത്തത്തിനുള്ളൊരു ഉപാധിയാണ്. എന്നിവറ്റാം വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ. ഇവിടെ പറയുന്നത് ഈ ഉപാധികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വിശിഷ്ടവും പൂർണ്ണവുമായ ഒന്നാണ് ഏത്, പരമാത്മാവ്. ഭഗവാൻ ഒരു ഉപാധികളിലുമില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, താമര ജലത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിലുണ്ടാകുന്ന ആ താമരയ്ക്ക് ജലവുമായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ബന്ധമുണ്ടെന്ന് തോന്നാം, ജലത്തിൽ നിന്നാണല്ലോ വരുന്നത്. പക്ഷേ അത് ജലോപരിതലത്തിലാണെങ്കിലും അതിന് ആ ജലത്തെ അത് പറ്റിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയത്, പരമാത്മാവ് അങ്ങനെ തന്നെയാണ്. ഈ ഭൂലോകത്തിലുള്ള സുഖദുഃഖ സമ്മിശ്രമായ ജീവിതവുമായിട്ടൊന്നും ഭഗവാന് യാതൊരു ബന്ധമില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഉപാധിയാണ്, അത്രയും വിശിഷ്ടവും പൂർണ്ണവുമായ ഒന്നാണ് ഏത്, ആ പരമാത്മാവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നത് മായയാലാണ് നമുക്കതൊക്കെ തോന്നുന്നത്. ഇപ്പോൾ മൂലമാം ചിത്തത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്നതു നീയല്ലോ. ഇവിടെ പറയുന്നു, എല്ലാത്തിനും വിശിഷ്ടമായത് പരമാത്മാവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാത്തിനും മീതയായിട്ട് നിൽക്കുന്നത്, എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നത് തേജോമയനായ ആ പരമാത്മാവ് തന്നെയാണെന്നാണ്, അല്ലയോ രാജീവലോചന അങ്ങു തന്നെയാണെന്നാണ് നാരദര് ഇവിടെ സ്തുതിക്കുന്നത്. അപ്പൊ തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ, നീ തന്നെയാണ് ഭഗവാനെ എല്ലാത്തിനും വിശിഷ്ടനായിട്ടുള്ളത്. ആ പരമാത്മാവ് ഭഗവാനെ അവിടുന്ന് തന്നെയാണല്ലോ എന്ന് പറയുകയാണ്.
നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കെ നിൻകളിയാകുന്നതൊക്കെയോർക്കും വിധവും കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം. ഇവിടെ യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്നുള്ള കാര്യം നമ്മളെ ബോധിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത്. ഭഗവാൻ ആരാണ്, പരമാത്മാവ് ആരാണ്, എങ്ങനെയാണ് നമ്മൾ പരമാത്മാവിൻ്റെ സന്നിധ്യത്തിലേക്ക് സവിധത്തിലേക്ക് അണയേണ്ടതെന്നും നമ്മൾ ആരാണെന്ന് തിരിച്ചറിവുണ്ടാകണം എന്നുള്ളതും കൂടെ ഇവിടെ തത്വചിന്താപരമായിട്ട് എഴുത്തച്ഛൻ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി ഭഗവാനോട് പറയുന്നതൊക്കെ തന്നെ നമ്മെ പരമാത്മാവിനെ തിരിച്ചറിയാനുള്ള ആ ഒരു ഉപാധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് പറയുന്നത്? അല്ലയോ രാജീവലോചന, ഭഗവാൻ തന്നെയാണല്ലോ നിങ്ങൾ നിന്നുണ്ടായ വരുന്നിത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും. ഭഗവാനെ അവിടുന്ന് തന്നെയാണ്, നിന്നിൽ നിന്നാണ് സകല ലോകങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവയൊക്കെ നിലനിൽക്കുന്നത് ഭഗവാനിൽ തന്നെയാണ്, ലയിക്കുന്നതും ഭഗവാനിൽ തന്നെയാണ്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെ ഭഗവാനിലാണ് എന്നുള്ളതാണ്. സർവ്വലോകങ്ങൾ ഉണ്ടാകുന്നതും അത് നിലനിൽക്കുന്നതും ഭഗവാനിൽ ലയിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഭഗവാൻ നാരദർ പറയുകയാണോ, നിങ്ങൾ നിന്നുണ്ടായി വരുന്ന ഇത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതും ഒക്കവേ നിൻകളിയാകുന്നതൊക്കെയും ഒക്കെ ഓർക്കും വിധവും. ഭഗവാനെ അവിടുത്തെ ലീല തന്നെയാണ് ഇതൊക്കെ. കാരണം എല്ലാറ്റിനും ഭഗവാൻ നിർണയം, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പം എന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം ചേർത്ത് പറയുകയാണ്. എന്താ വെച്ചാൽ ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ അവിടുത്തെ ലീലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു രഞ്ജുവിൻ്റെ കഷ്ണം, രഞ്ജു എന്ന് പറഞ്ഞാൽ കയറാണ്, കയറിൻ്റെ കഷ്ണം കണ്ട് അത് പാമ്പാണെന്ന് കരുതി നമ്മൾ ലൗകികർ ഭയക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കയറാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഭയമൊക്കെ പോകും. അതേപോലെ തന്നെ ഈ പരമാത്മാവിനെ ജീവനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഭയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. അപ്പോൾ എപ്പോഴാണ് ഈ നമ്മുടെ ഈ ഭയം, മരണഭയമൊക്കെ മാറുന്നത്? പരമാത്മാവ് ആരാണ്, അത് പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, ഞാൻ തന്നെയാണ് ആ പരമാത്മാവ് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ്, ഭഗവാന്റെ ഒരു അംശം തന്നെയാണ് ഞാനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, യഥാർത്ഥത്തിൽ താൻ പരമാത്മാവാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഒരു ദുഃഖം മാറുക. അതായത് ജനന മരണാദികളെ കുറിച്ചുള്ള ഒരു ദുഃഖം ഉണ്ടാവില്ലേ, മരണഭയമാണ് ഏറ്റവും വലിയ ഭയമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ദുഃഖം തീരുന്നത് എപ്പോഴാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തൊൽകഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. അതായത് ഭഗവാനെ അവിടുത്തെ കഥ അതുപോലെ തന്നെ അവിടുത്തെ നാമം മുതലായവ കേൾക്കുന്നതോടെ ക്രമേണ ഭക്തി ഉണ്ടാവും. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കീർത്തനങ്ങൾ പാടുമ്പോൾ, നമ്മൾ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലെ ഭക്തി ഉണ്ടാകുന്നു. നമുക്ക് കണ്ണുനീരാദികളൊക്കെ വരുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുന്നു, ഭഗവാനോടുള്ള ഭക്തി. ആ ഒരു ഭക്തി സ്ഥിരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിയിൽ ഉദിച്ചിടും. അപ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങയുടെ പാദപങ്കജത്തിലുള്ള, അതായത് ത്വൽബോധവും മനക്കാമ്പിൽ ത്വൽപാദഭക്തി പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭഗവാനെ അങ്ങയുടെ പാദപങ്കജങ്ങൾ, അങ്ങയുടെ പാദകമലങ്ങൾ ുള്ള ആ ഒരു ഭക്തി വർദ്ധിക്കുമ്പോൾ അങ്ങയെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണ ബോധം നമുക്കുണ്ടാകും. അപ്പോഴാണ് ഭക്തി മുഴുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണമായ ഒരു ജ്ഞാനം നമുക്കുണ്ടാവുക. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല. പൂന്താനത്തിൻ്റെ ഭക്തിയൊക്കെ അറിയില്ലേ? പൂന്താനത്തിൻ്റെ ഭക്തി, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഭക്തി, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഭക്തി തന്നെയാണ്. അപ്പോൾ ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോടുള്ള ആ ഒരു ഭക്തി മുഴുത്തു കഴിയുമ്പോൾ, അത് മുഴുത്തു കഴിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോഴാണ് പരമാർത്ഥ ബോധവും തുടർന്ന് നമുക്ക് എന്തുണ്ടാകും, മുക്തിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തത് ത്വൽഭക്ത ഭൃത്യന്മാരിലേഖനൻ അല്പജ്ഞനാം എന്നെയും കരുതേണമേ. അങ്ങയുടെ
എന്താണ് നാരദ മഹർഷി പറയാണ്, ത്വൽ അങ്ങയുടെ ഭക്ത ഭൃത്യന്മാരിൽ ഏകനെന്ന് അല്പജ്ഞനാം എന്നെയും കരുതണമേ. അങ്ങയുടെ ഭക്തന്മാരുടെ ദാസന്മാരിൽ അത്രയും വിനയാന്വിതനാകുകയാണ്. എഴുത്തച്ഛൻ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ദാസനാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഭക്തന്മാരുടെ ദാസന്മാരിൽ അല്പജ്ഞനായ എന്നെ കൂടി കരുതണമേ, ഒന്നും അറിയത്തില്ലാത്ത ഒരാളായിട്ട് എന്നെ കൂടി എന്ന് കരുതണമേ ഭഗവാനെ എന്ന് പറയുകയാണ്. പിന്നെ പറയുന്ന എന്താണ്, മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. ഭഗവാനെ മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കാതെ നിത്യവും എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത്, മായ കൊണ്ട് മോഹിപ്പിക്കരുതേ എന്നാണ്. അപ്പം മായ കൊണ്ട് മോഹിപ്പിക്കുന്ന ആരാണ്? യഥാർത്ഥത്തിൽ മായാദേവിയാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദകമലത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ്? ഭഗവാനെ മായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നാരദ മഹർഷി അങ്ങനെ തന്നെയാണ് പറയുന്നത്, മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ, എന്നും എന്നെ അനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപ്പിതാം. തുറന്നു പറയാണ്, ഭഗവാനെ അങ്ങയുടെ നാഭീകമലത്തിൽ നിന്നാണല്ലോ പണ്ട് എൻ്റെ പിതാവായ നാൻമുഖൻ ബ്രഹ്മാവ് ജനിച്ചത്. അപ്പൊ ബ്രഹ്മാവിന്റെ മകനാണ് നാരദൻ. അപ്പോൾ എൻ്റെ പിതാവ് അങ്ങയുടെ നാഭീകമലത്തിൽ നിന്നാണല്ലോ ജനിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ വഴിക്ക് പറയുന്നു, മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത, നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ അങ്ങയുടെ പുത്രന്റെ പുത്രനാണല്ലോ, പൗത്രനാണല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പൗത്രനും ഭക്തനുമായി എന്നെ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പറയും. വെറുതെ അനുഗ്രഹിച്ച പോലെ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് തന്നെയാണ് നാരദ മഹർഷി ഭഗവാൻ ശ്രീനാരായണനോട് രാമരൂപത്തിൽ മഞ്ഞിടത്തിൽ അവതരിച്ചിരിക്കുന്ന രാമദേവനോട് പറയുന്നത്. അപ്പോൾ തുടർന്ന് ഭഗവാൻ എന്താണ് അരുളി ചെയ്തതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രാമായണ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.